അങ്ങനെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ തോറ്റിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് അടുത്ത ടെസ്റ്റ് ഡിസംബർ 14-നാണ്. മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരികയാണ്. പുതിയ താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്നത്തെ പോലെ അടുത്ത ടെസ്റ്റിലും കളിച്ചാൽ ഇന്ത്യ തോൽക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ആരും തന്നെ ഫോം ആവുന്നില്ല. ഇപ്പോഴിതാ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സീനിയർ താരമായ രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോം ഔട്ടാണ്. യുവതാരങ്ങളും കളിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ 200 റൺസ് പോലും എത്തിയില്ല. രണ്ട് ഇന്നിംഗ്സിലും ഇന്ത്യ പെട്ടെന്ന് ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ ആണെങ്കിൽ മികച്ച കളി പുറത്തെടുത്തു. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ടെസ്റ്റിൽ പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. അശ്വിനു പകരം ജഡേജ പ്ലേയിങ് 11-ൽ വരും. അതുപോലെ ഹർഷിത് റാണയെ ഒഴിവാക്കി പ്രസിദ്ധ് കൃഷ്ണ അല്ലെങ്കിൽ ആകാശ് ദീപ് പ്ലേയിങ് 11-ൽ ഉണ്ടായിരിക്കും. രാഹുലിനെ റെസ്റ്റ് കൊടുത്ത് ദേവദത്ത് പടിക്കലിനെ കളിപ്പിക്കും. മൊത്തത്തിലൊരു അടിമുടി മാറ്റമാണ് ഇന്ത്യ പ്ലേയിങ് 11-ൽ വരുത്തിയിരിക്കുന്നത്. അടുത്ത ടെസ്റ്റ് ഇന്ത്യക്ക് ഉറപ്പായിട്ടും ജയിക്കണം. ഇനിയുള്ള ഓരോ ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. ജയിച്ചാൽ മാത്രമേ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ സാധിക്കൂ. ഇന്ത്യൻ ടീമിലേക്ക് യുവതാരങ്ങളെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെയും സൂര്യയെയും ഓസ്ട്രേലിയൻ ടെസ്റ്റിലേക്ക് എടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയ നിരയിൽ ട്രേവിസ് ഹെഡ് മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. T20 പ്ലെയറാണ് ഹെഡ്. എന്നിട്ടും അദ്ദേഹം ടെസ്റ്റിൽ അടിച്ചു കളിക്കുന്നു. അവസാനത്തെ ടെസ്റ്റിൽ 140 റൺസാണ് ഹെഡ് എടുത്തത്. ഇതേപോലെ T20-യിൽ അടിച്ചു കളിക്കുന്ന സഞ്ജുവും സൂര്യയും ടെസ്റ്റിലെത്തിയാൽ അത് ഇന്ത്യക്ക് ബാറ്റിംഗിൽ കൂടുതൽ ഗുണകരമാകും. സഞ്ജുവിനെ ഉടനെ തന്നെ ടെസ്റ്റ് ടീമിലേക്ക് എടുക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജു വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. നിലവിൽ സീനിയർ താരങ്ങൾ ഫോം ഔട്ട് ആവുന്നതാണ് ഇന്ത്യക്ക് പണിയാവുന്നത്. അല്ലെങ്കിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും കളിക്കും. ഇപ്പോൾ അവരും ഫോം ഔട്ട് ആയതാണ് പണിയായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.